ഹായ് എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. വെൽക്കം ടു സ്പെൽ വിത്തിന. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂസ്ഡ് ടു, ബി യൂസ്ഡ് ടു, ഗെറ്റ് യൂസ്ഡ് ടു എന്നുള്ള ഫോംസ് ഒക്കെ എങ്ങനെ നമുക്ക് സെൻറ്റൻസസിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ യു റെഡി? ഓക്കെ, ഓവർ ടു ദ വീഡിയോ. നമുക്ക് ഒരു കാര്യം ശീലമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട്, ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, ഞാൻ പോകാറുണ്ടായിരുന്നു, ഞാൻ പറയാറുണ്ടായിരുന്നു, ഞാൻ രാവിലെ അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നു, ഞാൻ പുസ്തകം വായിക്കാറുണ്ടായിരുന്നു, ഇങ്ങനെ നമ്മൾ പറയാറില്ലേ? ഇതിന് നമ്മൾ യൂസ്ഡ് ടു എന്ന് ഉപയോഗിക്കും. എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. ഞാൻ എന്നും ബാഡ്മിൻ്റൺ കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ എന്നും ബാഡ്മിൻ്റൺ കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കളിക്കാറുണ്ടായിരുന്നു, ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അതെങ്ങനെ പറയാം? ഐ യൂസ്ഡ് ടു, ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. കളിക്കുക എന്നുള്ളതിന് നമുക്ക് പ്ലേ എന്ന് പറയാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ യൂസ്ഡ് ടു കഴിഞ്ഞ് വരുന്നത് V1 ആണ്, വേർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് വരുന്നത്. സോ ഐ യൂസ്ഡ് ടു പ്ലേ, ഞാൻ കളിക്കാറുണ്ടായിരുന്നു ബാഡ്മിൻ്റൺ. ഐ യൂസ് ടു പ്ലേ ബാഡ്മിൻ്റൺ. എന്നും എന്ന് പറയാനായിട്ട് നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്? എവ്രി ഡേ. യെസ്, ഐ യൂസ് ടു പ്ലേ ബാഡ്മിൻ്റൺ എവ്രി ഡേ. ഞാൻ എന്നും ബാഡ്മിൻ്റൺ കളിക്കാറുണ്ടായിരുന്നു. അടുത്തത് നിങ്ങൾ നോക്കൂ, അവൾ മുത്തശ്ശിയെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? അവൾ, ഷീ. ഇപ്പം ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക, ചെയ്യാറുണ്ട് എന്നല്ല, ചെയ്യാറുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ആ ശീലം ഇല്ല അല്ലേ? അപ്പോൾ സന്ദർശിക്കാറുണ്ടായിരുന്നു, ഷീ യൂസ്ഡ് ടു. സന്ദർശിക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് വിസിറ്റ് എന്നാണ്. വിസിറ്റ്. ഷീ യൂസ് ടു വിസിറ്റ്. അവൾ മുത്തശ്ശിയെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഷീ യൂസ് ടു വിസിറ്റ് ഹർ ഗ്രാൻഡ് മദർ. നമുക്ക് ഇവിടെ അവളുടെ മുത്തശ്ശി എന്ന് എഴുതിയിട്ടില്ലെങ്കിലും നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഹെർ ഗ്രാൻഡ് മദർ ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. അച്ഛൻ എനിക്ക് കഥകൾ പറഞ്ഞു തരാറുണ്ടായിരുന്നു. അച്ഛൻ. അപ്പോൾ നമ്മളിങ്ങനെ മൈ യൂസ് ചെയ്ത് എഴുതിയേ. മൈ ഫാദർ അല്ലെങ്കിൽ മൈ ഡാഡ്. യൂസ്ഡ് ടു, ചെയ്യാറുണ്ടായിരുന്നു. യൂസ്ഡ് ടു എന്താ ചെയ്യാറുള്ളത്? കഥകൾ പറഞ്ഞു തരാറാണല്ലേ. അപ്പോൾ ടെൽ, എനിക്ക് അല്ലേ, എനിക്ക് കഥകൾ പറഞ്ഞു തരാറുണ്ടായിരുന്നു. അപ്പോൾ മൈ ഡാഡ് യൂസ്ഡ് ടു ടെൽ മീ സ്റ്റോറീസ്. അല്ലെങ്കിൽ മൈ ഡാഡ് യൂസ്ഡ് ടു ടെൽ സ്റ്റോറീസ് ടു മീ എന്നും നമുക്ക് പറയാം കേട്ടോ. മൈ ഡാഡ് യൂസ്ഡ് ടു ടെൽ, എൻ്റെ അച്ഛൻ പറയാറുണ്ടായിരുന്നു, മീ സ്റ്റോറീസ്, എനിക്ക് കഥകൾ. ക്ലിയർ ആണോ? ഇനി അടുത്തത്, ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാറുണ്ടായിരുന്നു. വി യൂസ്ഡ് ടു, ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. സ്റ്റഡി, പഠിക്കുക. ഒരുമിച്ച് എന്ന് പറയാൻ ടുഗെദർ. വി യൂസ് ടു സ്റ്റഡി ടുഗെദർ. ഇനി ഇത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. അവൾ കണ്ണട ധരിക്കാറുണ്ടായിരുന്നു. എങ്ങനെ പറയാം? ഷീ യൂസ്ഡ് ടു. നിങ്ങളൊന്ന് എഴുതി നോക്കൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ എന്നും ബാഡ്മിൻ്റൺ കളിക്കാറുണ്ടായിരുന്നു. ഐ യൂസ് ടു പ്ലേ ബാഡ്മിൻ്റൺ എവ്രി ഡേ. അവൾ മുത്തശ്ശിയെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഷീ യൂസ് ടു വിസിറ്റ് ഹർ ഗ്രാൻഡ് മദർ. അച്ഛൻ എനിക്ക് കഥകൾ പറഞ്ഞു തരാറുണ്ടായിരുന്നു. മൈ ഡാഡ് യൂസ് ടു ടെൽ മീ സ്റ്റോറീസ്. ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാറുണ്ടായിരുന്നു. വി യൂസ് ടു സ്റ്റഡി ടുഗെദർ. അവൾ കണ്ണട ധരിക്കാറുണ്ടായിരുന്നു. എങ്ങനെ പറയാമെന്നുള്ളത് നിങ്ങളൊന്ന് കോമെൻറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഒന്ന് പോസ് ചെയ്തിട്ട് കോമെൻറ്റ് ചെയ്യുക. ഷീ യൂസ് ടു, ധരിക്കുക എന്നുള്ളതിന് നമ്മൾ വെയർ എന്നാണ് പറയുക. ഷീ യൂസ് ടു വെയർ കണ്ണട. നമുക്ക് ഗ്ലാസസ് അല്ലെങ്കിൽ സ്പെക്ടക്കിൾസ് എന്നൊക്കെ പറയാം അല്ലേ? ഇനി ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇങ്ങനെയാ പറയാമെന്ന് പഠിച്ചു. ഇനി ഒരു കാര്യം ചെയ്യാറില്ലായിരുന്നു എന്ന് പറയണമെങ്കിലോ? ഇപ്പം ഇവിടെ അവൾ മുത്തശ്ശിയെ സന്ദർശിക്കാറില്ലായിരുന്നു എന്ന് പറയണമെങ്കിൽ ഷീ ഡിഡിൻറ്റ് യൂസ് ചെയ്യണം. ഷീ ഡിഡിൻറ്റ്. ചെയ്യാറില്ലായിരുന്നു, നെഗറ്റീവ് ആണ് നമ്മൾ പറയുന്നതല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? ഷീ ഡിഡ്ന്റ് യൂസ് ടു.
അപ്പോൾ ഇവിടെ നമുക്ക് യൂസ്ഡ് എന്ന് വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി ഡിഡ് യൂസ് ചെയ്യുമ്പം ഈ സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലായി. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ ഡി വേണോ? വേണ്ട. അപ്പോൾ ഡിൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് യൂസ് മതി. ഷീ ഡിൻറ്റ് യൂസ് ടു വിസിറ്റ് ഹർ ഗ്രാൻഡ്മദർ. ഓക്കെ. ഇനി അച്ഛൻ എനിക്ക് കഥകൾ പറഞ്ഞു തരാറില്ലായിരുന്നു. എങ്ങനെയാ പറയാ? മൈ ഡാഡ് ഡിഡിൻറ്റ് അല്ലേ? ഡിഡിൻറ്റ് എന്നുള്ളത് ഷോർട്ടായിട്ട് നമുക്ക് ഡിൻറ്റ് എന്ന് വായിക്കാം. മൈ ഡാഡ് ഡിൻറ്റ് യൂസ് ടു ടെൽ മീ സ്റ്റോറീസ്. ഓക്കെ. ഇനി ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാറില്ലായിരുന്നു. എങ്ങനെ പറയാം? വി. ഇനി ഈ ഡിൻറ്റിന് പകരം നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ലായിരുന്നു എന്ന് പറയണമെങ്കിൽ നമുക്ക് നെവർ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വി നെവർ യൂസ് ചെയ്യുന്ന സമയത്ത് പക്ഷേ നമുക്ക് യൂസ്ഡ് ടു എന്ന് തന്നെ എഴുതണം. ഡിഡ് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമുക്കിവിടെ യൂസ്ഡ് എന്ന് പറയാൻ പറ്റാത്തത്. നെവർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഡ് എന്ന് എഴുതാം. ഓക്കെ. വി നെവർ യൂസ് ടു സ്റ്റഡി ടുഗെദർ. ഞങ്ങൾ ഒരിക്കലും ഒരുമിച്ച് പഠിക്കാറില്ലായിരുന്നു. ഓക്കെ. ഇനി അവൾ കണ്ണട ധരിക്കാറുണ്ടായിരുന്നു. ഷീ യൂസ്ഡ് ടു വെയർ ഗ്ലാസസ്. അവൾ കണ്ണട ധരിക്കാറില്ലായിരുന്നു. ഷീ ഡിൻറ്റ് യൂസ് ടു വെയർ ഗ്ലാസസ്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിലോ? അതായത് നമുക്ക് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം? അവൾ കണ്ണട ധരിക്കാറുണ്ടായിരുന്നോ? നീ ബാഡ്മിൻ്റൺ കളിക്കാറുണ്ടായിരുന്നോ? അവൾ മുത്തശ്ശിയെ സന്ദർശിക്കാറുണ്ടായിരുന്നോ? ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പം പാസ്റ്റ് ടെൻസ് ആണല്ലേ, കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് നമ്മൾ എപ്പോൾ ചോദ്യം ചോദിക്കുമ്പോഴും നമ്മൾ ഡിഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, അവൾ കണ്ണട ധരിക്കാറുണ്ടായിരുന്നോ? ചോദ്യം ആയതുകൊണ്ട് ഡിഡ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഡിഡ് ഷീ യൂസ്ഡ് എന്നുള്ളതിന് പകരം യൂസ് എന്ന് മതി, കാരണം നമ്മൾ ഓൾറെഡി ഡിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഡിഡ് ഷീ യൂസ് ടു വെയർ ഗ്ലാസസ്. അവൾ കണ്ണട ധരിക്കാറുണ്ടായിരുന്നോ? ഡിഡ് ഷീ യൂസ് ടു വെയർ ഗ്ലാസസ്. ഓക്കെ. നെക്സ്റ്റ്, അവൻ എന്നും ബാഡ്മിൻ്റൺ കളിക്കാറുണ്ടായിരുന്നോ? ചോദ്യമാണെങ്കിൽ എങ്ങനെ ചോദിക്കും? ഡിഡ് ഹി യൂസ് ടു പ്ലേ ബാഡ്മിൻ്റൺ? ഡിഡ് ഹി യൂസ് ടു പ്ലേ ബാഡ്മിൻ്റൺ? അച്ഛൻ നിങ്ങൾക്ക് കഥകൾ പറഞ്ഞു തരാറുണ്ടായിരുന്നോ? ഡിഡ് യുവർ ഫാദർ യൂസ് ടു ടെൽ യു സ്റ്റോറീസ്? നിങ്ങൾ ഒരുമിച്ച് പഠിക്കാറുണ്ടായിരുന്നോ? ഡിഡ് യു യൂസ് ടു സ്റ്റഡി ടുഗെദർ? ഈ പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുമ്പം യൂസ്ഡ് ടു യൂസ് ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്കൊരു കാര്യം ഇപ്പോൾ ശീലമാണ് എന്ന് പറയണമെങ്കിൽ, ഇപ്പം എനിക്ക് പഠിപ്പിക്കുന്നത് ശീലമാണ്, എനിക്ക് നേരത്തെ ഉറങ്ങുന്നത് ശീലമാണ്, നമുക്ക് ഒരു ഓൺ ഗോയിങ് ശീലം, ഇപ്പോഴും ശീലമായൊരു കാര്യം നമുക്ക് പറയണമെങ്കിൽ നമ്മൾ ആം യൂസ്ഡ് ടു പ്ലസ് ING ആണ് യൂസ് ചെയ്യുന്നത്. ബി യൂസ്ഡ് ടു പ്ലസ് ING. ഈ ബി എന്നുള്ളത് ഇവിടെ എന്താണോ എന്നുള്ളതിനനുസരിച്ച് ഈസോ ആമോ ആറോ ഒക്കെ ആവാം, എനി ഫോംസ് ആവാം. ബി എന്നുള്ള ഫാമിലിനെ കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങൾക്കത് പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് നേരത്തെ ഉണരുന്നത് ശീലമാണ്. ഒരു ശീലമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഐ ആവുമ്പോൾ എന്തായിരിക്കും? ബി യൂസ്ഡ് ടു പ്ലസ് INGയിൽ ഐ ആം യൂസ്ഡ് ടു. ഉണരുക എന്നുള്ളതിന് നമ്മൾ വേക്കപ്പ് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഇവിടെ ING ഫോമാണ് എഴുതേണ്ടത് നമുക്കൊരു കാര്യം ഇപ്പോൾ ശീലമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐ ആം യൂസ്ഡ് ടു വേക്കിംഗ് അപ്പ്. നേരത്തെ എന്ന് പറയാൻ ഏർലി. ഐ ആം യൂസ്ഡ് ടു വേക്കിംഗ് അപ്പ് ഏർലി. അവൾക്ക് വേഗത്തിലുള്ള ഡ്രൈവിംഗ് ശീലമാണ്. എങ്ങനെ പറയാം? ഷീ വരുമ്പോൾ ബി എന്താവും? ആസ് ഈസ് ആവും അല്ലേ. ഷീ ഈസ് യൂസ്ഡ് ടു ഡ്രൈവിംഗ് ഫാസ്റ്റ്. ഷീ ഈസ് യൂസ്ഡ് ടു ഡ്രൈവിംഗ് ഫാസ്റ്റ്. അവൾക്ക് വേഗത്തിൽ ഓടിച്ച് ശീലമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ,
എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ശീലമാണ്. ഇങ്ങനെ പറയാം, ഐ എം യൂസ്ഡ് ടു, ജീവിക്കുക എന്നുള്ളതിന് ലിവ് എന്നാണ് പറയുക. ING ഫോം എഴുതേണ്ടത് കാരണം ലിവിങ് അലോൺ, ഒറ്റയ്ക്ക്, അലോൺ. ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ശീലമാണ്. ഞങ്ങൾക്ക് യാത്ര ചെയ്യുന്നത് ശീലമാണ്. ഞങ്ങൾക്ക്, അപ്പം എന്താ പറയുക, വി ആർ. വി കഴിഞ്ഞാൽ ബി ഫോം ആറാണ് വരാം കേട്ടോ. വി ആർ യൂസ്ഡ് ടു ട്രാവലിംഗ്. വി ആർ യൂസ്ഡ് ടു ട്രാവലിംഗ്. ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അവൾക്ക് ഉച്ചത്തിൽ സംസാരിക്കുന്നത് ശീലമാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ശീലമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ബി യൂസ്ഡ് ടു പ്ലസ് ING ആണ് യൂസ് ചെയ്യുക. ബിയുടെ ഫോം ഈസോ, ആമോ, ആറോ ആയിട്ട് മാറാം. ഓക്കെ, അപ്പോൾ എനിക്ക് നേരത്തെ ഉണരുന്നത് ശീലമാണ്. ഐ ആം യൂസ്ഡ് ടു, ഇവിടെ ബിയുടെ ഫോം എന്തായി, ആം ആയി. ഐ എം യൂസ്ഡ് ടു, ഉണരുക, വേക്ക് അപ്പ്. ING ഫോം ആയതുകൊണ്ട് വേക്കിംഗ് അപ്പ്, നേരത്തെ, ഏർലി. അവൾക്ക് വേഗത്തിലുള്ള ഡ്രൈവിംഗ് ശീലമാണ്. ഷീ ഈസ് യൂസ്ഡ് ടു ഡ്രൈവിംഗ് ഫാസ്റ്റ്. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ശീലമാണ്. ഐ എം യൂസ്ഡ് ടു ലിവിങ് അലോൺ. ഞങ്ങൾക്ക് യാത്ര ചെയ്യുന്നത് ശീലമാണ്. വി ആർ യൂസ്ഡ് ടു ട്രാവലിംഗ്. അവൾക്ക് ഉച്ചത്തിൽ സംസാരിക്കുന്നത് ശീലമാണ്. ഇതെങ്ങനെയാ പറയാ, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ചെയ്തു കഴിഞ്ഞോ? അപ്പം എങ്ങനെ പറയാം, അവൾക്ക് ഉച്ചത്തിൽ സംസാരിക്കുന്നത് ശീലമാണ്. ഷീ ഈസ് used to speaking loud. കണ്ടോ, ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇനി നമുക്കൊരു കാര്യം ശീലമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഗെറ്റിംഗ് യൂസ്ഡ് ടു എന്നാണ് പറയാം. ഗെറ്റിംഗ് യൂസ്ഡ് ടു, നമുക്കൊരു കാര്യം ശീലമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനായിട്ട്. എനിക്ക് ഓൺലൈൻ ക്ലാസ്സസ് ശീലമായിക്കൊണ്ടിരിക്കുന്നു. അതായത് നമ്മളൊരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നിട്ട് നമ്മളതിങ്ങനെ പതിയെ പതിയെ നമുക്കതൊരു ശീലമായിട്ട് വരുമല്ലോ, അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുമല്ലോ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ഗെറ്റിംഗ് യൂസ്ഡ് ടു എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ഓൺലൈൻ ക്ലാസ്സസ് ശീലമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ യൂഷ്വലി ഓഫ്ലൈൻ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പിന്നെ നമുക്കൊരു പാൻഡമിക് വന്നു, നമ്മളിത് ഓൺലൈൻ ക്ലാസ്സസിലേക്ക് സ്വിച്ച് ചെയ്തു. നമുക്ക് ആദ്യമൊക്കെ ബുദ്ധിമുട്ട് തോന്നും. പിന്നെ നമ്മൾ പറയാണ് എനിക്കത് ശീലമായിക്കൊണ്ടിരിക്കുന്നു. അപ്പം എങ്ങനെയാണ് നമ്മൾ പറയാ, ഐ എം ഗെറ്റിംഗ് യൂസ്ഡ് ടു. പിന്നെന്താണ്, ഓൺലൈൻ ക്ലാസ്സസ് ആണല്ലേ. ഐ എം ഗെറ്റിംഗ് യൂസ്ഡ് ടു ഓൺലൈൻ ക്ലാസ്സസ്. ഗെറ്റിംഗ് യൂസ്ഡ് ടു ഓൺലൈൻ ക്ലാസ്സസ്. ഇനി അടുത്തത്, എനിക്ക് ചൂട് കാലാവസ്ഥ ശീലമായിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ പറയാം, ഐ എം ഗെറ്റിംഗ് യൂസ്ഡ് ടു, എനിക്ക് ശീലമായിക്കൊണ്ടിരിക്കുന്നു. ഐ എം ഗെറ്റിംഗ് യൂസ്ഡ് ടു ചൂട് കാലാവസ്ഥ എന്ന് പറയാൻ ഹോട്ട് വെദർ. അപ്പോൾ ഇവിടെ വെദറിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം കേട്ടോ. ഹോട്ട് വെദർ. അവൾക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നത് ശീലമായിക്കൊണ്ടിരിക്കുന്നു. ഷീ ഈസ് ഗെറ്റിംഗ് യൂസ്ഡ് ടു, ഷീ ഈസ് ഗെറ്റിംഗ് യൂസ്ഡ് ടു ജോലി ചെയ്യുന്നത്. ഇവിടെ ഒരു വേർബ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് എന്നല്ല വർക്കിംഗ് എന്നാണ് പറയാം. ഇവിടെ ഒന്നും ഈ ഹോട്ട് വെദർ എന്നുള്ളതോ ഓൺലൈൻ ക്ലാസ് എന്നുള്ളതോ ഒന്നും വേർബ് അല്ല, അതായത് ഒരു പ്രവൃത്തി അല്ല, അല്ലേ? നാമമായതുകൊണ്ട് നമുക്ക് ING ചേർക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ജോലി ചെയ്യുന്നത് എന്നുള്ളത് വേർബ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ING ചേർക്കണം. ഷീ ഈസ് ഗെറ്റിംഗ് യൂസ് ടു വർക്കിംഗ് ഫ്രം ഹോം. എനിക്ക് ഈ പുതിയ സിറ്റി ശീലമായിക്കൊണ്ടിരിക്കുന്നു എന്ന് എങ്ങനെയാണ് പറയാമെന്ന് നിങ്ങൾ കോമെൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കാം, ശീലമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ ഗെറ്റിംഗ് യൂസ്ഡ് ടു. എനിക്ക് ഓൺലൈൻ ക്ലാസ്സസ് ശീലമായിക്കൊണ്ടിരിക്കുന്നു. ഐ എം ഗെറ്റിംഗ് യൂസ്ഡ് ടു ഓൺലൈൻ ക്ലാസ്സസ്. എനിക്ക് ചൂട് കാലാവസ്ഥ ശീലമായിക്കൊണ്ടിരിക്കുന്നു. ഐ എം ഗെറ്റിംഗ് യൂസ്ഡ് ടു ഹോട്ട് വെദർ. അവൾക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നത് ശീലമായിക്കൊണ്ടിരിക്കുന്നു. ഷീ ഈസ് ഗെറ്റിംഗ് യൂസ്ഡ് ടു വർക്കിംഗ് ഫ്രം ഹോം. അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വിക്ക് റിവിഷൻ കൂടെ ചെയ്യാം കേട്ടോ. നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അതായത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ യൂസ്ഡ് ടു. ഞാൻ പുക വലിക്കാറുണ്ടായിരുന്നു. എങ്ങനെ പറയാം, ഐ യൂസ്ഡ് ടു സ്മോക്ക്. ചെയ്യാറുണ്ടായിരുന്നു.
എനിക്ക് ശീലമാണ് എന്ന് പറയണമെങ്കിൽ ബി യൂസ്ഡ് ടു, അതിൻ്റെ കൂടെ നമ്മൾ ING ഫോമാണ് എഴുതുക. എനിക്ക് പുക വലിക്കുന്നത് ശീലമാണ്. ബിക്ക് പകരം ഐന് ആം ആണ് ചേർക്കുക അല്ലേ. I am used to smoking. I am used to smoking. ശീലമായിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് പുകവലി ശീലമായിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ പറയാം? getting used to. അപ്പോൾ I am getting used to smoking. ഓക്കെ, അപ്പോൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാൻ യൂസ്ഡ് ടു, നമുക്കൊരു കാര്യം ശീലമാണ് എന്ന് പറയാൻ ബി യൂസ്ഡ് ടു, നമ്മൾക്കൊരു കാര്യം ശീലമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ ഗെറ്റിംഗ് യൂസ്ഡ് ടു. അപ്പോൾ ഈ പോർഷൻ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഐ ഹാവ് എൻ അനൗൺസ്മെൻറ്റ് ടു മേക്ക്. അതായത് നമുക്ക് സ്പെൽ വിത്തിനയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. November 15th നമ്മളുടെ പുതിയ ഗൂഗിൾ മീറ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ എന്നെ കോമെൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. ബൈ.